ട്രാവൽ ഡോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വീഡിയോ അല്ല ചെയ്യുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് വെള്ളേരി ചെമ്പാമ്പറമ്പിലെ യഹിയ നിർമ്മിച്ച ഒരു ഫ്ലൈറ്റ്, ഒരു വിമാനം, സ്വന്തമായിട്ടൊരു വിമാനം നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എല്ലാവരുടെയും സ്വപ്നമാണ്. സ്വന്തമായിട്ട് വിമാനം നിർമ്മിക്കുക, അതിൽ പറക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ യഹിയ എന്ന യുവാവ് 35-കാരൻ ഇവിടെ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഇതാണ് ആ സാധനം. ഇത് നിർമ്മിച്ചിട്ടുള്ളത്, ഇതിൻ്റെ എൻജിന് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന ബജാജ് പൾസറിൻ്റെ എൻജിനിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് യഹിയയെ പരിചയപ്പെടാം. യഹിയ എങ്ങനെയാണ് ഇത് നിർമ്മിച്ചത്, എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് യഹിയക്ക് എത്ര ചിലവായി, എത്ര വർഷങ്ങളെടുത്തിട്ടാണ് ഈ വിമാനം നിർമ്മിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് യഹിയയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഫാനാണിത്. ഇത് മഹാഗണി മരം കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഷീറ്റ്, ഇതൊക്കെ നിർമ്മിക്കുന്നതിനാണ് കൂടുതൽ സമയം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടയറുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ആക്റ്റീവ ബൈക്കിൻ്റെ ടയറാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റാണിത്. ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഇത് പറപ്പിക്കാനുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല. കാരണം ഇവിടെ ഈ ഒരു സ്ഥലത്ത് റൺവേ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. റൺവേ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ, ഏകദേശം ഒരു 300 മീറ്റർ റൺവേങ്കിലും ഇതിനാവശ്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ടേ ഇത് പറപ്പിക്കുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് നമുക്കിതിങ്ങനെ ഈ ഗ്രൗണ്ടിലൂടെ ഓടിച്ച് നോക്കാം. സീറ്റൊക്കെ നല്ല സൂപ്പർ കംഫർട്ടബിൾ സീറ്റാണ്. പിന്നെ അതിൻ്റെ ഇതാണ് ക്ലച്ച്. നമ്മൾ ഏതായിരുന്നാലും ഇതിനോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെ ഈ ചിറകുകൾ ഉയർത്താനും അതുപോലെ തന്നെ താഴ്ത്താനൊക്കെ ഉള്ള ഓപ്ഷൻ ആയിരിക്കാനാണ് സാധ്യത. ഏതായിരുന്നാലും യഹിയയോട് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഈ ഫ്ലൈറ്റ് നിർമ്മാണത്തിൻ്റെ കംപ്ലീറ്റ് കാര്യം, A to Z കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വെള്ളേരി ചെമ്പാപ്പറമ്പിലെ യഹിയ. അപ്പോൾ യഹിയ എങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് നിർമ്മിച്ചത് എന്നുള്ളതും എത്ര വർഷം എടുത്തു, എത്ര എക്സ്പെൻസ് ഇതിന് വന്നു എന്നുള്ളതൊക്കെ യഹിയ തന്നെ നമ്മളോട് സംസാരിക്കും. നമ്മളത് 2015 തുടങ്ങിയ വർക്കാണ്. അത് ലാസ്റ്റിൽ ഒരു 5-6 കൊല്ലത്തോളം ആയി ഏകദേശം. അപ്പോൾ ഇത് നമ്മൾ അവിടെ ഒരു ഷെഡുണ്ട്, ആ ഷെഡിൽ വെച്ചാണ് നമ്മൾ ആദ്യം ഷെഡ് തന്നെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് നമുക്ക് ഓരോ വർക്കുകളൊക്കെ ഉള്ള ആളാണ്. അവർ ഇതിൻ്റെ ഒഴിവ് അനുസരിച്ചാണ് നമ്മൾ ഇതാക്കാറുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പല്ലർ പറഞ്ഞത് മഹാഗണി വുഡാണ്, മരമാണ്. ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതാണ്. ഇത് ഷേപ്പ് ചെയ്തെടുത്തതാണ്. പെട്രോൾ ടാങ്ക് സാധാ ഫാനാണ്. സീറ്റ് നാനോ കാറിൻ്റെ സീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടയർ ആക്റ്റീവയുടെ ടയർ. ഈ പൈപ്പുകളാണ്. എത്ര എക്സ്പെൻസ് വന്നു ഇതിനൊരു 50 ഉറുപ്പ്യോളം. 10,000 ചിലവുണ്ടല്ലോ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള പ്രചോദനം എന്താണ്? പ്രചോദനം എന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. അപ്പം പിന്നെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പറയാനില്ലല്ലോ. സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കുക, അത് പറപ്പിക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നമാണ്. അതേമാതിരി ഒരു പ്ലെയിനും കൂടെ പോകാന്ന് പറഞ്ഞാൽ ആരായാലും ഒന്ന് മേപ്പെട്ട് നോക്കില്ല. എത്ര പ്രായമുള്ള ആളുകളായാലും പിന്നെ മേപ്പെട്ട് നോക്കും. എത്ര ഉയരത്തിലൊരു ഇത് പറപ്പിക്കാൻ പറ്റും? ഇത് ഉയരം എന്ന് പറഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ ഉയർത്തിയ വരെ ചിന്തിക്കാൻ കഴിയുന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ ഏതായിരുന്നാലും യഹിയ അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പുറപ്പാടിലാണ്. സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കി അതിൽ ഈ ആകാശത്തിൻ്റെ മീതെ എങ്ങനെ പറക്കണം എന്നുള്ളതാണ് യഹിയയുടെ ഏറ്റവും വലിയ സ്വപ്നം. AC മെക്കാനിക്ക് പഠിച്ചിട്ടുണ്ട്. ആ ഒരു വിവരവും പിന്നെ അതിനേക്കാൾ ഏറെ സ്വപ്നമാണ്, ആ ഒരു താല്പര്യമാണ്. അത് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു പ്രദേശത്തെ ആളുകളുടെയൊക്കെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് യഹിയ. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ടിലൂടെ നോക്കി നോക്കാം.
അരീക്കോട് വെള്ളേരി ചെമ്പാപ്പറമ്പിലെ യഹിയയുടെ വിമാനം, അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഇവിടെ നിറവേറുകയാണ്. ഏതായാലും ഇത് പറത്താൻ, അതുപോലെ തന്നെ സേഫായിട്ട് ലാൻഡ് ചെയ്യാനൊക്കെ ഇവിടെ ഒരു റൺവേ ഒരുക്കാനുള്ള പരിപാടിയിലാണ്. നാട്ടുകാരൊക്കെ അതിനെ സഹായിക്കാം എന്ന് ആ ഒരു വിശ്വാസത്തിലും, അതുപോലെ തന്നെ അധികാരികളുടെ അടുത്തു നിന്നൊക്കെ സപ്പോർട്ട് യഹിയ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ യഹിയക്ക് അത് അദ്ദേഹം ഉണ്ടാക്കിയിട്ട് വളരെ കഠിനമായിട്ട് 7 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വിമാനം അത് ആകാശം മുട്ടെ പറപ്പിക്കാനും അതിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതോടുകൂടി യാഥാർത്ഥ്യമാവാനും ഒക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.